ഹലോ എവ്രി വൺ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. നമ്മുടെ 2026 CM കിഡ് സ്കോളർഷിപ്പിന്റെ ഭാഗമായിട്ട് നടത്തുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസിലാണ് ഇപ്പൊ നമ്മളുള്ളത്. സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മക്കള് പേപ്പറും പെന്നൊക്കെ എടുത്ത് റെഡിയായി നിൽക്കല്ലേ? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി? ആധുനിക കാർട്ടോഗ്രഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദ്യം. അപ്പൊ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ റാസ്തനീസ്, ഓപ്ഷൻ ബി ഹിപ്പാർക്കസ്, ഓപ്ഷൻ സി കൊളംബസ് ആൻഡ് ഓപ്ഷൻ ഡി മെർക്കാറ്റർ. അപ്പൊ ആരാണ് ആധുനിക കാർട്ടോഗ്രഫിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത്? വേഗം പറഞ്ഞേ. അപ്പോ ഓപ്ഷൻ ഡി മെർക്കാറ്റർ ആണ് കേട്ടോ ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി എന്നറിയപ്പെടുന്നത്. എന്താണ് കാർട്ടോഗ്രഫി എന്ന് പറഞ്ഞാൽ അതൊന്ന് പറഞ്ഞേ, അറിയുന്നവരുണ്ടോ? ഓക്കെ, നമ്മുടെ ദ സയൻസ് ആൻഡ് ആർട്ട് ഓഫ് മേക്കിംഗ് മാപ്സ്, അതായത് മാപ്സ് അതിനെ പറയുന്ന പേരാണ് എന്ത്? കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ജെറാർഡസ് മെർക്കാറ്റർ എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്ഫിയർ ദാറ്റ് കൺസിസ്റ്റ്സ് ഓഫ് ഓൾ ലിവിംഗ് ബീയിങ് ഇൻ ദ എർത്ത്. നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ഉൾക്കൊള്ളുന്ന സ്ഫിയറിനെ, ആ ഒരു മേഖലയെ നമ്മൾ പറയുന്ന പേര് എന്താണെന്നാണ് ചോദ്യം. അപ്പൊ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അറ്റ്മോസ്ഫിയർ, ഓപ്ഷൻ ബി ലിത്തോസ്ഫിയർ ആൻഡ് ഓപ്ഷൻ സി ബയോസ്ഫിയർ, ഓപ്ഷൻ ഡി ഹൈഡ്രോസ്ഫിയർ. അപ്പൊ എന്താണ് ആൻസർ? ലിവിംഗ് ബീങ്സ് ഒക്കെ ഉള്ള നമ്മുടെ എർത്തിന്റെ മേഖല, ആ ഒരു ഏരിയയെ നമ്മൾ പറയുന്ന പേരെന്താണ്? വളരെ ഈസി അല്ലേ ക്വസ്റ്റ്യൻ? നമുക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ. എന്താണ് ആൻസർ? ഓപ്ഷൻ സി ബയോസ്ഫിയർ ആണ് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാം ചോദിക്കട്ടെ, അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? അതായത് അന്തരീക്ഷം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഭൂമിയെ ചുറ്റിയിട്ട്, ഭൂമിയെ കവർ ചെയ്തിട്ടുള്ള നമ്മുടെ വായുവിന്റെ, എയറിന്റെ പാളിയെയാണ്, അതിന്റെ ലെയറിനെയാണ് നമ്മൾ എന്ത് പറയാ? അന്തരീക്ഷം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലിത്തോസ്ഫിയർ എന്താണ്? ലിത്തോസ്ഫിയറിന്റെ മലയാളം ശിലാവരണം കേട്ടോ. ശില എന്ന് പറഞ്ഞാൽ സ്റ്റോൺസ് ഒക്കെ അല്ലെ, ആവരണം പറഞ്ഞാൽ ലെയർ. അപ്പൊ എന്താണ്? നമ്മുടെ ഭൂമിയുടെ കട്ടിയുള്ള പുറംഭാഗം ഉണ്ടല്ലോ, തിക്കായിട്ടുള്ള നമ്മുടെ പുറത്തുള്ള ലെയർ, അതുപോലെ തന്നെ നമ്മുടെ ലാൻഡ് വരുന്ന കരഭാഗം വരുന്നത്, അതുപോലെ മൗണ്ടെയിൻസ് പർവ്വതങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിത്തോസ്ഫിയർ, ശിലാവരണം എന്ന് പറയുന്നത്. ഇനി ബയോസ്ഫിയർ, നമ്മുടെ ആൻസർ എന്താണ്? ബയോസ്ഫിയർ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്. എന്താണ്? ജൈവമണ്ഡലം എന്നാണ് മലയാളം. എന്താണ് ജൈവമണ്ഡലം എന്ന് പറയുന്നത്? എന്താണ് മക്കളെ? നമ്മുടെ ഭൂമിയിൽ ജീവജാലങ്ങൾ ജീവിക്കുന്ന ഭാഗമാണ് എന്ത് പറയുന്നത്? ജൈവമണ്ഡലം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ഓപ്ഷൻ എന്താണ്? ഹൈഡ്രോസ്ഫിയർ. ഹൈഡ്രോസ്ഫിയർ എന്താണെന്ന്, ജലമണ്ഡലം എന്താണെന്ന് മക്കളൊക്കെ ഒന്ന് കമന്റ് ഇട്ടേ. ഓക്കെ, അപ്പോ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് മാം വീണ്ടും വരാം. അതുവരെ ബൈ.